ഓക്കെ, നമുക്ക് 13ാമത്തെ ലെസൺ. എന്താണ് പേര്? കളി. കളീനെ കുറിച്ച് നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരണ്ട അല്ലേ? കളിക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും അല്ലേ? ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് കളി എന്തായാലും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോ ഇഷ്ടാണെന്നല്ല, കുട്ടിക്കാലത്തിന്റെ എന്താ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എന്താണ്? കളിയാണ്. കളിക്കാനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ സമയത്ത് അല്ലേ? പഠിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാലൊന്നും അതൊന്നും ശരിയല്ല, കളിക്കാൻ തന്നെയാണ് അല്ലേ? അപ്പൊ കളി എന്നാണ് നമ്മുടെ പദം അല്ലേ? അപ്പൊ നമ്മള് പല കളികളും കളിക്കാറുണ്ട് അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? എന്താന്ന് കണ്ടോ? എന്ത്? നാരങ്ങാപ്പാല് ചൂട്ടയ്ക്കു 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന കള്ളനെ പിടിച്ചേ. ഗ്ലാസ് നിങ്ങൾ കളിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഗ്ലാസ് ഗ്ലാസ് കുപ്പി ഗ്ലാസ് കുപ്പി ഗ്ലാസിന്റെ നിറം എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കയ്യിലെല്ലാം കുത്തി 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 കളർ പറഞ്ഞ് പഠിക്കില്ലേ നമ്മള്? ഓരോരോ കളിയുണ്ട് അല്ലേ? വിവിധതരം കളികൾ നമ്മൾ കളിക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു കളികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്? നാരങ്ങാപ്പാല് ചൂട്ടയ്ക്ക് 2 ഇങ്ങനെയൊക്കെ പിടിച്ച് കളിക്കാറുണ്ടല്ലേ? ഇങ്ങനെ കൈ കൂട്ടിയിട്ട് കളിക്കാറുണ്ട് അല്ലേ ക്ലാസ്സിൽ നിന്ന്? അതുപോലെയുള്ള കളിയായി ഇത് പറഞ്ഞത്. എന്ത്? നാരങ്ങാപ്പാല് ചൂട്ടയ്ക്ക് 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന കള്ളനെ പിടിച്ചേ എന്ന് പറഞ്ഞ് കളി അല്ലെ? അപ്പൊ ഒരാൾ ഔട്ടാവും. അങ്ങനെ ഉള്ള കളിയാണ് ഇത്. കണ്ടോ, അവിടെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്താ ഒന്നുകൂടി പാടാത്? നാരങ്ങാപ്പാല് ചൂട്ടയ്ക്ക് 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന കള്ളനെ പിടിച്ച്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കള്ളനായി അല്ലേ ഒരാള്? അങ്ങനെയുള്ള കളിയാണ്. അപ്പൊ കളിയുടെ കാണിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് നെക്സ്റ്റ് പേജിൽ എന്താ പറഞ്ഞത്? ഓക്കെ, പേജ് നമ്പർ 47. ഇപ്പൊ മിസ് പറയുന്നത് 47-ല് ഇവിടെ നമ്മുടെ പാട്ടില് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ എന്നാ പറഞ്ഞത്. നമുക്ക് ഇപ്പൊ അടുത്തതിൽ എഴുതേണ്ടത് ഇലകൾക്ക് പച്ച നിറം പൂവിനോ എന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത പേജിൽ. അപ്പൊ നമുക്ക് ചുവപ്പാണ്, കാരണം ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുള്ള ഏതാണ്? ചുവപ്പ് കറുപ്പ് വെളുപ്പ്. പിക്ചറിൽ നമുക്ക് തന്നതും ഏതാണ്? ചുവപ്പ് കേട്ടോ. അപ്പൊ പാട്ടിൽ എന്ത് എങ്ങനെയാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അവിടെ പറഞ്ഞിട്ടുള്ള ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ എന്നാണ്. അപ്പൊ അടുത്ത പേജിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്ത്? ഇലകൾക്ക് പച്ച നിറം. ഇലകൾക്ക് പച്ച നിറം. പൂവിനോ? എന്താണ് പൂവിന്? പൂവിന്റെ കളർ എന്താ അവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്? ചുവപ്പ്. താഴെ കണ്ടോ ഇത് തന്നിട്ട് ബ്രാക്കറ്റില്? ചുവപ്പ്. നോക്കി എഴുതണേ, തെറ്റിക്കരുത്. ചുവപ്പ്. ചായ എഴുതുക. നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചു, പിന്നെന്താണ് നോക്കണമെന്നൊന്നുമില്ല. ചായ എഴുതുക, ഊ എന്ന ചിഹ്നം ഇടുക, വാ എഴുതുക, ഉപ്പ എഴുതി ചന്ദ്രക്കരിടുക. ചുവപ്പ്. ചുവപ്പ്. ഓക്കെ, ഫിനിഷ് ആണ് എല്ലാവർക്കും? എഴുതിയോ എല്ലാവരും? ചുവപ്പ് എഴുതണം ആ ബ്രാക്കറ്റ് അവിടെ കോളത്തില്. താഴെ തന്നിട്ടുണ്ട് കേട്ടോ, തെറ്റിക്കരുത്. അതുകൊണ്ട് നോക്കി എഴുതണം. ചുവപ്പ്. നെക്സ്റ്റ് വൺ എന്താണ് ചോദിക്കുന്നത്? ആകാശത്തിന് നീല നിറം. ആകാശത്തിന് എന്ത് കളറാണ്? നീല നിറം അല്ലേ? നമുക്കറിയാം, ബ്ലൂ കളറാണ്. നെക്സ്റ്റ്, ആനയ്ക്ക് എന്ത് നിറം? എന്താ ആനയ്ക്ക് നിറം? ആനയുടെ നിറം എന്താ അമാൻ മാധവേ? അമാൻ? കറുപ്പ്. ഓക്കെ, കറുപ്പ് എഴുതണം അല്ലേ? എഴുതിക്കോ, താഴെ നിന്നെടുത്ത് എഴുതിക്കോ, കറുപ്പ്. അവിടെ കുളത്തിൽ എന്ത് എഴുതണം? കറുപ്പ്. കാ എഴുതിയിട്ട് റാ എഴുതി ഊച്ചിനോട്ടിട്ട് ഇപ്പ എഴുതി ചന്ദ്രകല താഴെ ഇട്ട് നോക്കി കറുപ്പ്. ഓക്കെ, ഫിനിഷ് ആണ് അല്ലേ? ഹാദി ഹൈദർ എഴുതുന്നില്ലേ? ഹാദി ഹൈദർ അവിടെ വെറുതെ ഇരിക്കുവാണോ? എഴുതുന്നില്ല മോൻ? എവിടെ പെൻസിലും ടെക്സ്റ്റ് ബുക്കിൽ എവിടെ? ഓക്കെ, എവിടെ പെൻസില്? പെൻസിൽ എടുത്തേ. ദേഷ്യം വന്നിട്ട് കാര്യമില്ല, ആദ്യേ പെൻസിലൊക്കെ എടുത്ത് വെക്കണം അല്ലേ? ഓക്കെ, അമ്മേനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, സ്വന്തം പോയി എടുത്തിട്ട് വാ. കൊടു പെൻസിൽ എടുത്തിട്ട് അതിൽ എഴുതി വെക്ക്. എന്താ എഴുതേണ്ടത്? ആദ്യത്തെ ഇലകൾക്ക് പച്ച നിറം പൂവിനോ എന്നുള്ളിടത്ത് ചുവപ്പ് എന്ന് എഴുതണം.
നെക്സ്റ്റ് ആകാശത്തിന് നീല നിറം, ആനയ്ക്ക് എന്തു നിറം? അവിടെ കറുപ്പ്. നെക്സ്റ്റ് മന്ദാരത്തിനു മഞ്ഞ നിറം, മുല്ലപ്പൂവിന് എന്തു നിറം? എന്താ മുല്ലപ്പൂവിന്റെ നിറം? മിഗ്ദാദ് എഴുതുന്നുണ്ടോ? മിഗ്ദാദ് എന്താ മുല്ലപ്പൂവിന്റെ നിറം? ഓക്കെ, വെളുപ്പ്. വെളുപ്പ്. താഴെ ഏതാ? വെളുപ്പ്. നോക്കി എഴുതിയേ, വെളുപ്പ്. അപ്പൊ ആ 3 കോളം കംപ്ലീറ്റ് ആയി അല്ലേ? ആദ്യത്തത് ഇലകൾക്ക് പച്ച നിറം, പൂവിനോ ചുവപ്പ്, ആകാശത്തിനു നീല നിറം, ആനയ്ക്ക് എന്തു നിറം? കറുപ്പ്. നെക്സ്റ്റ് മന്ദാരത്തിനു മഞ്ഞ നിറം, മുല്ലപ്പൂവിന് എന്തു നിറം? എന്ത് നിറം മുല്ലപ്പൂവിന്? വെളുപ്പ്. ഓക്കെ, അത്രയും ഫിനിഷ് ആയോ? എല്ലാവരും എഴുതിക്കോ. വെളുപ്പ്. എഴുതിയല്ലേ? കഴിഞ്ഞോ ഹാദിയ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്താ പറയുന്നത്? മാതൃക പോലെ മാറ്റി എഴുതുക അല്ലെ? നീല നിറമുള്ള ആകാശം എന്നാണ് തന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ എക്സാമ്പിൾ തന്നു, നീല നിറമുള്ള ആകാശം. നെക്സ്റ്റ് ലൈനിൽ എന്താ എഴുതേണ്ടത്? നിറം എന്താ എഴുതേണ്ടത്? ആദ്യത്തെ നമ്മളിപ്പോ എഴുതിയ കാര്യം തന്നെയാണ് അവിടെ നമ്മൾ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എഴുതണം. എന്താ എഴുതേണ്ടത്? ആദ്യത്തെ കറുപ്പ് നിറമുള്ള അല്ലെ? നീല നിറമുള്ള ആകാശം അല്ലേ? അപ്പൊ കറുപ്പ് നിറമുള്ള ആന അല്ലെ? കറുത്ത ആന എന്നല്ല, കറുപ്പ് നിറമുള്ള ആന എന്നാണ് എഴുതേണ്ടത്. എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ, കറുപ്പ് നിറമുള്ള ആന. കറുപ്പ് നിറമുള്ള ആന. ഓക്കെ, കറുപ്പ് നിറമുള്ള ആന. ആന അവിടെ ഉണ്ട് കേട്ടോ. ആനാന്ന് മിസ് എഴുതി, കുഴപ്പമില്ല, നിങ്ങൾ എഴുതണ്ട കേട്ടോ. കറുപ്പ് നിറമുള്ള ആന. കറുപ്പ് നിറമുള്ള എഴുതിയാ മതിയേ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? മന്ദാരത്തിന് മഞ്ഞ നിറം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഞ്ഞ നിറമുള്ള മന്ദാരം എന്നാണ് വേണ്ടത്. അപ്പൊ മഞ്ഞ നിറമുള്ള എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. മന്ദാരം അവിടെ എഴുതി. മഞ്ഞ നിറമുള്ള അല്ലേ?
മഞ്ഞ നിറമുള്ള മന്ദാരം അവിടെയുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്? ഇലക്ക് എന്താ കളറ്? എന്താ ഇതുണ്ട് അവിടെ? എന്താ ഇതുണ്ടല്ലൻ? പച്ച നിറമുള്ള ഇല. ഓക്കെ, പച്ച നിറമുള്ള അവിടെ എഴുതണം അല്ലെ? ഓ, പച്ച നിറമുള്ള. പച്ച നിറമുള്ള. നെക്സ്റ്റ് വൺ എന്താണ്? വെളുപ്പ് നിറമുള്ള മുല്ല അല്ലെ? വെളുപ്പ് നിറമുള്ള എഴുതണം താഴെ. വെളുപ്പ് നിറമുള്ള. വെളുപ്പ് നിറമുള്ള അല്ലെ? വെളുപ്പ് നിറമുള്ള മുല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതേണ്ടത്? എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. നീല നിറമുള്ള ആകാശം. നെക്സ്റ്റ് നമ്മൾ എഴുതിയത് കറുപ്പ് നിറമുള്ള ആന, മഞ്ഞ നിറമുള്ള മന്ദാരം, പച്ച നിറമുള്ള ഇല, വെളുപ്പ് നിറമുള്ള മുല്ല. ഓക്കെ, ആ പേജ് കഴിഞ്ഞോ? ഓക്കെ, ഇവിടെ കളേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ? റെഡ്, യെല്ലോ, ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, നീല, വെള്ള, പച്ച. കണ്ടോ നിങ്ങൾ കളേഴ്സ് അവിടെ? ഓക്കെ, എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും? ഓക്കെ, എല്ലാരും എഴുതി അല്ലേ? ആരാ മിസ് വിളിച്ചു? ബിയോണയാ? എന്താ ബിയോണ? ഓക്കെ, ബിയോണക്ക് എന്താ പറയാനുള്ളത്? മന്ദാരം പൂവ്. അമ്മ ചോദിച്ചതാ. അതെ അല്ലേ? മന്ദാരം പൂവറിയില്ലേ? പാരിജാതം ഉണ്ട്, മന്ദാരം ഉണ്ട്. പാരിജാതം വൈറ്റ് നിറത്തില്, മന്ദാരം മഞ്ഞ കളർ. ഓക്കെ, ഫ്ലവർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പേജ് അല്ലെ? നെക്സ്റ്റ് പേജിലാണ് ഇനി കളിച്ച് രസിക്കല് അല്ലേ? വായിച്ചു നോക്കി ആരെങ്കിലും? നെക്സ്റ്റ് പേജിൽ എന്താണ്? കളിച്ചു രസിക്കാം എന്നാണ്. എന്താണ്? ഒന്നാം മല കേറി പോകാലോ, അവിടുന്നു തലേം കുത്തി മറിയാലോ. രണ്ടാം മല കേറി പോകാലോ, അവിടുന്ന് തലേം കുത്തി മറിയാലോ. മൂന്നാം മല കേറി പോകാലോ, അവിടുന്ന് തലേം കുത്തി മറിയാലോ. നാലാം മല കേറി പോകാലോ, അവിടുന്ന് തലേം കുത്തി മറിയാലോ. അഞ്ചാം മല കേറി പോകാലോ, അവിടുന്ന് തലേം കുത്തി മറിയാലോ. അത്ര വരെ ഇപ്പൊ പാടുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഈ പാട്ട്? സിനിമയിലാറ്റം കേട്ടിട്ടുണ്ടോ? ഒന്നാം മല കേറി പോകണ്ടേ, ഒരു സിനിമയിലുണ്ടല്ലോ, കല്യാണരാമൻ എന്ന് പറഞ്ഞൊരു സിനിമയിലുണ്ട് ഈ പാട്ട്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല?
ഓക്കെ, അപ്പൊ ഇതൊരു കളിച്ച് രസിക്കേണ്ട പാട്ട്. അപ്പൊ ഓരോരോ ഒന്നാം രണ്ടാം മൂന്നാം അങ്ങനെ എഴുതിട്ടുണ്ട് അല്ലേ? അപ്പൊ അടുത്ത പേജിൽ നമുക്ക് അതിന് കുറച്ച് വർക്ക് ഉണ്ട്. ചുവന്നാക്ഷരത്തിലുള്ള വാക്കുകൾ എടുത്ത് എഴുതുവാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് പാട്ട്? എന്താണ്? ഒന്നാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. വായിച്ചു നോക്കിയേ. നിങ്ങൾ ചിഹ്നങ്ങൾ പഠിച്ചില്ലേ? പിന്നെ അത് വായിച്ചു നോക്കിയേ. വായിക്കാൻ പറ്റുന്നുണ്ടോന്ന് അക്ഷരങ്ങള്? വായിച്ചേ അമൃത. ഒന്നാം മല കേറി പോകാലോ, മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. രണ്ടാം മല കേറി, ഒരേ ലൈനിനെ രണ്ടാം മൂന്നാം നാലാം അങ്ങനെ ആവുന്നേ ഉള്ളൂ. പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. മൂന്നാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. അഞ്ചാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ആറാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഏഴാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. എട്ടാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഒമ്പതാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. പത്താം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. അത്രയാ ഉള്ളത് അല്ലേ? എന്നാ ഒന്നുമില്ല, ഒരേ ലൈൻ തന്നെയാണ്. ഒന്നാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. അത് 1, 2, 3, 4, 5 അങ്ങനെ പറഞ്ഞ് 10 വരെ അല്ലേ? ഓക്കെ. ഐഫൂനെ പഠിച്ചോ? ഐഫൂനൊക്കെ പാടണോ? പാടിക്കോ. ഒന്നാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. രണ്ടാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. മൂന്നാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. നാലാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. അഞ്ചാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ആറാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഏഴാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. എട്ടാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഒമ്പതാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. പത്താം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഓക്കെ, ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആർക്കാ വായിക്കേണ്ടത്? ഷാക്ബർ. ഓക്കെ. ഒന്നാം മല കേറി പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. രണ്ടാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. മൂന്നാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. അഞ്ചാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ആറാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഏഴാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. എട്ടാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഒമ്പതാം മല കേറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. പത്താം മല കേറി പോകാലോ,
അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആരാ? ഹാദിയ. ഒന്നാം മല കയറി പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. രണ്ടാം മല കയറി പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. മൂന്നാം മല കയറി പോകാലോ, അവിടുന്ന് കുത്തി മറിയാലോ. നാലാം മല കയറി പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. അഞ്ചാം മല കയറി പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. ആറാം മല കയറി പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. ഏഴാം മല കയറി പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. എട്ടാം മല കയറി പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. ഒമ്പതാം മല കയറാലോ പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. പത്താം മല കയറി പോകാലോ, അവിടുന്ന് തലകുത്തി മറിയാലോ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആരാ? ഇവിടെ ബിയോണ കൈമുക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ ബിയോണ പഠിക്കോ. ഒന്നാം മല കയറി പോയാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. രണ്ടാം മല കയറി പോയാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. മൂന്നാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. നാലാം മല കയറി പോയാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. അഞ്ചാം മല പോകാലോ, അവിടുന്ന് തലയും മറിയാലോ. ആറാം മല കയറി പോയാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഏഴാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. എട്ടാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഒമ്പതാം മല കയറി പോയാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. പത്താം മല കയറി പോകാലോ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആരാ? ഒരുപാട് ആൾ കൈ വെക്കുന്നുണ്ടായിരുന്നു. അൻവിത. മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. രണ്ടാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. മൂന്നാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. നാലാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. അഞ്ചാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ആറാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഏഴാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. എട്ടാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഒമ്പതാം മല കയറി
അവിടുന്ന് തലയും കുത്തി മറിയാലോ. 10 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. Okay, good. Next, Savio. മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 2 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 3 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 4 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 5 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 6 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 8 മല പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 9 മല പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 10 പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. Okay, good. Next. Alan Joseph. 1 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 2 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 3 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 4 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 5 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 6 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 7 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 8 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 9 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 10 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. Okay, good. Next, Hadi Haider. 1 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 2 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 3 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 4 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 5 മല കയറി പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 6 മല പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 7 മല പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 8 മല പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 9 മല പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 10 മല പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. Okay, good. Next. Mutasim. Okay. 1 മല പോകാലോ. അവിടുന്ന് തലയും കുത്തി മറിയാലോ. 2 മല പോകാലോ. അവിടുന്ന് തല കുത്തി മറിയാലോ. 3 മല പോകാലോ. അവിടുന്ന് തല കുത്തി മറിയാലോ. 4 മല പോകാലോ. അവിടുന്ന് തല കുത്തി മറിയാലോ. 5 മല പോകാലോ. അവിടുന്ന് തല കുത്തി മറിയാലോ. 6 മല പോകാലോ. അവിടുന്ന് തല കുത്തി മറിയാലോ. 7 മല പോകാലോ. അവിടുന്ന് തല കുത്തി മറിയാലോ. 8 മല പോകാലോ. അവിടുന്ന്
കുത്തി മറിയാലോ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് അമാൻ മാധവ്. അമാൻ മാധവ് പ്ലീസ് അൺമ്യൂട്ട്. അമാൻ മാധവിനെ കേൾക്കുന്നുണ്ടോ? റിച്ചാർഡ് സിജോ. ഒന്നാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. രണ്ടാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. മൂന്നാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. നാലാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. അഞ്ചാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ആറാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഏഴാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. എട്ടാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. ഒമ്പതാം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി മറിയാലോ. പത്താം മല കയറി പോകാലോ, അവിടുന്ന് തലയും കുത്തി പോകാലോ. മറിയാലോ. ഓക്കെ. ഇനിയും കുറച്ച് കുട്ടികൾ വായിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ ബൈ. സീ യു. വൈൻഡപ്പ് ചെയ്യുന്നേ. ഓക്കെ ബൈ.